I'm Deepa Panikar here inside my house, my own house, my share. This is ഇതെൻ്റെ പേരിലുള്ളതാണ്. ഞാൻ കരമടയ്ക്കുന്നതാണ്. 146 സെൻറ്റ് സ്ഥലവും ഈ വീടും. അപ്പോൾ ഇതിനകത്ത് വേറെ ആർക്കും ഒരു അവകാശമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമല്ലാതെ വേറെ വിൽക്കാനും പറിക്കാനും ഉള്ള അവകാശങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സിജി സുബ്രഹ്മണ്യനെ വിളിച്ചുകൊണ്ട് വരാനൊക്കെയുള്ള അവിടെ ഇങ്ങനെ വലിയ ഒച്ചയിലിങ്ങനെ സംസാരിക്കുന്നിങ്ങനെ അടുത്ത ആഴ്ചയോ ഏതാണ്ടൊരു ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരും. എനിക്കങ്ങ് ഡ്രാമ തുടങ്ങും, അവനെ വെച്ചുള്ള ഡ്രാമകൾ. ഇവരുടെ ആരുമൊന്നും അല്ല അവൻ, മനസ്സിലായില്ല. അവൻ അവൻ്റെ വീട്ടിലാണ് വരുന്നത്. നമുക്ക് അവനുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് 28 ഏപ്രിൽ. ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഇപ്പം ഒരു പുതിയ ഇവിടെ മോട്ടറൊന്നും രാത്രിയിൽ ഓണാവത്തില്ല, നമ്മൾ രാത്രിയിൽ ഓണാവത്തില്ല. അപ്പം പൊരുത്തി ആരായിരിക്കും എൻ്റെ അമ്മയ്ക്ക് ഗ്യാൻ കൊടുത്തത്? പ്രീത എസ് പണിക്കറായിരിക്കും. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് AC ഒന്നുമില്ല ഇവിടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് AC ഒന്നുമില്ല. ജെല്ല് തുറന്ന് കിടന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, AC ഒന്നും ഇവിടെ ഇല്ല. AC-യുടെ അത്ര വലിയ ചൂടൊന്നുമില്ല. AC ഉപയോഗിക്കേണ്ട ചൂടൊന്നും നമുക്കില്ല. നമുക്കെല്ലാം അറിയാം. അത്ര വലിയ സഹിക്കാൻ പറ്റാത്ത ചൂടുകളൊന്നുമില്ല. നമ്മൾ നട്ടടാ ഉച്ചയ്ക്ക് പോകുന്നതാണ്. നട്ടടാ ഉച്ചയ്ക്കില്ലാത്ത ചൂട് ഈ രാത്രിയിൽ 26 ഡിഗ്രി, 26ഉം 24ഉം ഒക്കെ ഡിഗ്രി ഉള്ള സമയത്ത് എന്തോ ചൂടാണ്. 24ഒക്കെയാണ് എനിക്ക് ഡൽഹി വെച്ച് AC ഉണ്ടായിരുന്നു. അന്നേരം 24ലും 26ലും ഒക്കെയായിരുന്നു ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക്, മനസ്സിലായില്ലേ? അതുതന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതൊരു ഗ്യാനാണ് പുതിയ. ഇവിടെ AC ഒന്നുമില്ല. അപ്പോൾ AC നാട്ടിലൊക്കെ AC ഓണായാലും നമ്മുടെ മോട്ടർ ഓണാവത്തില്ലയോ? അല്ല, അതിന് മുന്നേ നമ്മുടെ ഫ്രിഡ്ജും അങ്ങ് ഓഫായിരുന്നു രാത്രിയിൽ. അതെന്തുമായിരുന്നു? അപ്പോൾ അത്രയ്ക്ക് വോൾട്ടേജ് കുറവാണോ നമ്മുടെ കേരളത്തിൽ? എനിക്കൊന്ന് അറിയണം. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഈ തെളിവ് സഹിതമുണ്ട്. പിന്നെ പകൽ നമ്മുടെ മോട്ടർ ഓഫാക്കുക, അങ്ങനെ പല പല പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊന്നും പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ഹോസ്പിറ്റലിലാക്കണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹോസ്പിറ്റലാക്കി ഇച്ചിരി മരുന്നൊക്കെ കഴിപ്പിച്ച് ഇവന്മാർക്കും ഈ മാഫിയയ്ക്ക് കാശ് നമ്മൾ ചിലവാക്കുന്ന കാശ് കിട്ടണം. അപ്പോൾ നമ്മുടെ മുട്ടയിലോട്ടടിക്കുക, മാറി മാറി നമ്മുടെ ഈ ഫുഡോട്ടടിക്കുക, നമ്മുടെ ഹിപ്പിലോട്ടടിക്കുക, ഏതെങ്കിലുമൊക്കെ രീതിയിലങ്ങ് ഇതാക്കാൻ അങ്ങ് നോക്കുകയാണ്. പിന്നെ തലയിലോട്ടെല്ലാം അങ്ങ് അടിക്കുക, നമ്മുടെ പുരികം പഠിക്കുക, പിന്നെന്താണ്, അങ്ങനെ പല പല പരിപാടികളാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കാതാകുമ്പോൾ പിന്നെ ആണുങ്ങളെയൊക്കെ അവിടെ ഇവിടെയെല്ലാം കയറ്റി വെച്ചുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. കയറ്റി വെച്ചുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്നതെന്ന് പറയുക. അത് നടക്കാതാകുമ്പം ചിലവന്മാരിങ്ങനെ പറയുക, മരുന്ന് കഴിക്കുക, സൈക്യാട്രിസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കിയാൽ മതി അവന്മാർ. ഇതെന്തൊരു ശല്യപാടാണ് ഇത്. ഈ മെഡിക്കൽ മാഫിയ, ഈ ഇൻഷുറൻസ് മാഫിയയും കൊണ്ട് നമ്മളങ്ങ് സഹികെട്ട് അവന്മാരെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. വലിയ മാഫിയ സംഘങ്ങളെ കൊണ്ട് ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മളെ നിരന്തരം വീക്ഷിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് കഴിക്കുന്നു, ഭയങ്കര ശല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വർഷങ്ങളായി ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്നില്ല, വർഷങ്ങൾ 6-7 വർഷമായി, മനസ്സിലായോ? ഇവന്മാരിങ്ങനെ പുറയിലങ്ങ് നടക്കുക നമ്മളുടേത്.